ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഗോബി മഞ്ചൂരിയനാണ്. അതായത് ഒരു ചൈനീസ് വിഭവം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനുവേണ്ടി ഞാൻ ഒരു 300 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴുകി വൃത്തിയായി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നികര ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ അത് നല്ലൊരു വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനതൊരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി അതൊരു ബൗളിലേക്ക് ഇതാക്കി കൊടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്കൊരു കോട്ടിംഗ് ചേർക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കോട്ടിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടി പൊടികൾ ചേർക്കാറുണ്ട്. ഞാനിത് ഇവിടെ മിതമായ പൊടികൾ ചേർക്കുന്നുള്ളൂ, അപ്പോഴാണ് അതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച ഫ്ലവർ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു 15-20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു സവോള വലുത് പൊടിയായി കെട്ടിയതും, ഒരു 4 പച്ചമുളക് പൊടിയായി കെട്ടിയതും, ഒരു 10 വെള്ളുള്ളി അല്ലി പൊടിയായി കെട്ടിയതും, ഒരു ഇഞ്ചി വലിപ്പമുള്ള കഷ്ണം അത് പൊടിയായി കെട്ടിയതും വേണം. അപ്പോൾ എണ്ണ അവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്ലവറിൻ്റെ പീസസ് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അടിവശം ശരിക്കും ഒന്ന് മുരിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒന്നിനൊന്ന് വിട്ട് വന്ന് ഇതേമാതിരി പാകം ആവുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ കോട്ടിങ്ങൊക്കെ ശരിക്കും അതിലേക്ക് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. എണ്ണയിൽ കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ 2-3 പോർഷനായിട്ടാണ് അത് പൊരിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. അത്ര തന്നെ ടൊമാറ്റോ സോസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് നമ്മൾക്കിതൊന്ന് നേരത്തെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു എളുപ്പത്തിന് വേണ്ടി മിക്സ് ചെയ്ത് വെച്ചു. ഒരു കടായി അടുപ്പത്ത് വെച്ച് ആ പൊരിച്ച എണ്ണ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ചൂടാവുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, വെള്ളുള്ളി, ഇഞ്ചി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകളാണ് ഇഞ്ചിയും വെള്ളുള്ളിയും പച്ചമുളകും. അപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 4 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1 സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്താൽ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ അതാ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഗ്രേവി ടൈപ്പല്ല ഉണ്ടാക്കുന്നത്, ഡ്രൈ ടൈപ്പാണ്. ഒരുപാട് ഡ്രൈ അല്ല, ഒരു മസാല പോലെ ഉള്ളത്. അങ്ങനെ 2 ടൈപ്പായിട്ടാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത്. സവോളയൊക്കെ ചില സ്ഥലത്ത് വലിപ്പത്തിലും കട്ട് ചെയ്ത് ചേർക്കാറുണ്ട്. അത് നമ്മൾ ഗ്രേവി ടൈപ്പിനാണ്. ആവശ്യത്തിന് കുറച്ചുകൂടി ഞാൻ ഇപ്പോൾ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ കയ്യിലേക്ക് ആ കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കണം. അതായത് മുഴുവൻ ചേർക്കുന്നില്ല, ഒരു 3 സ്പൂൺ. ഇത്രയും ലൂസിൽ തന്നെ കോൺഫ്ലവർ മിക്സ് ചെയ്യണം. കാരണം അത് ഒഴിക്കുമ്പോഴേക്ക് തന്നെ നല്ല കട്ടിയായി വരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലപോലെ ഒന്ന് ഇതേപോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പാകമാണ് വേണ്ടത്. നല്ലൊരു രുചിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇനി അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർത്തു. മല്ലിയിലയ്ക്ക് പകരം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തും ചേർക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫായി കൊടുത്തു. ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇനി അതിൻ്റെ മേലെ കുറച്ചുകൂടി മല്ലിയില ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നിപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനാണ്. ചപ്പാത്തിക്ക് നല്ലൊരു കോംബോ ആണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്